അഭിമാനകരമായ ഒരു പൊസിഷൻ, ഒരു സംശയമില്ല. ചന്ദ്രൻ എന്തെല്ലാം കണ്ടിരിക്കുന്നു, എന്തെല്ലാം കേട്ടിരിക്കുന്നു, എന്തെല്ലാം പിന്നിട്ടിരിക്കുന്നു. കുറച്ചു കാലം ബ്രിട്ടീഷ് ഇന്ത്യ, പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ, സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസം വിട്ടു കഴിഞ്ഞതിന് ശേഷമുള്ള നീണ്ട ഒരു കാലഘട്ടം, ചരിത്രം പേറുന്ന മഹത്തായ ഒരു സ്ഥാപനമാണ് ചന്ദ്രിക എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ചന്ദ്രയ്ക്ക് വേണ്ടി നിന്ന ഓരോ ആളുടെയും ഹൃദയത്തിൽ അഭിമാനം സ്മരിക്കേണ്ട നിമിഷമാണ്. നമ്മളൊക്കെ അതിൽ വമ്പിച്ച അഭിമാനത്തോടുകൂടി 100 കൊല്ലമാകാൻ പോകുന്ന ചരിത്രത്തെ ഈ സന്ദർഭത്തിൽ ഓർക്കുക. ആ സഞ്ചാരത്തിൻ്റെ ഇടയിൽ തുടങ്ങിയ കാലത്ത് വായിക്കാൻ തന്നെ വലിയ വൈമുഖ്യം ഉണ്ടായിരുന്ന ആളുകളാണ് എന്ന് ഓർക്കണം. എല്ലാവർക്കും വായിച്ച് രസിക്കാനല്ല അന്ന് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ പ്രാരംഭ നേതാക്കൾ ശ്രീ വി ചന്ദ്രൻ സ്വാഗതം ചെയ്താണ് ഇങ്ങോട്ട് വരുന്നുണ്ട്. പ്രാരംഭ ഘട്ടത്തിൽ നേതാക്കൾ ചന്ദ്രിക വിഭാവനം ചെയ്ത ഭാവനയോടുകൂടി ഒരു നൂറ്റാണ്ടിലേക്കുള്ള ഒരു മഹത്തായ സംരംഭത്തിന് തുടക്കം കുറിച്ച നേതാക്കൾ, പരിഷ്കർത്താക്കൾ എന്ന് വിളിക്കണം തലശ്ശേരിയിൽ ചന്ദ്രിക ആരംഭിച്ച അവരെ. വായിക്കാൻ നന്നായി അറിയാവുന്ന ജനസമൂഹത്തിന് വായിച്ച് രസിക്കാനോ വിവരം അറിയാനോ അല്ല, അവർ വായിക്കാൻ തന്നെ പഠിപ്പിക്കാനാണ് ചന്ദ്രിക തുടങ്ങിയത്. വായന തന്നെ പഠിപ്പിച്ചത് ചന്ദ്രികയാണ്. അവരിന്ന് പ്രിന്റ് മീഡിയയുടെ കാലം കടന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. പക്ഷേ ചന്ദ്രിക അതിൻ്റെ സഞ്ചാരം തുടരുകയാണ്, യാതൊരു സംശയവും വേണ്ട. പല പ്രിന്റ് മീഡിയകളും കിടക്കുമ്പോൾ ചന്ദ്രിക കിടക്കുന്നില്ല. ചന്ദ്രികക്ക് കിടക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണ ആളുകളാണ്, അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന അണികളാണ്. ഒരാവേശം, ആ ആവേശം അതിന് പകർന്നു നൽകിക്കൊണ്ട് ചന്ദ്രിക അതിൻ്റെ സഞ്ചാരം തുടരുകയാണ്. പ്രിന്റ് മീഡിയയുടെ മുമ്പിൽ തന്നെ ഇന്നൊരു ചോദ്യമുണ്ട്, എത്ര കാലം എന്നുള്ളത്. പക്ഷെ എത്ര കാലം ഉണ്ടെങ്കിലും ചന്ദ്രിക നിലനിൽക്കും. അത്ര സേവനം ചെയ്തു ദീർഘമായി പതിറ്റാണ്ടുകൾ പിന്നിട്ട് ചന്ദ്രികയുടെ ഈ യാത്രയുടെ ഈ നിമിഷത്തിൽ അതിൻ്റെ ചരിത്രം ലിഖിത രൂപത്തിൽ ലഭ്യമാകുന്നത് വളരെ നല്ലതാണ് എന്ന വാസനെ ആ കാര്യത്തിൽ ഇവിടെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. എല്ലാ നേതാക്കളും ഒരുമിച്ച് വന്നെത്തി നിൽക്കുന്നത് അതിന് എത്രമാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് കാണിക്കുന്നത് കൊണ്ടാണ്. രാഷ്ട്രീയം ഒരു നീതി ബോധമാണ് നമ്മെ ചെന്നിത്തല സാർ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നു. അനീതിയെയും അഴിമതിയെയും തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് എന്നും എതിർക്കുന്ന രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മന്ത്രിയും. ചന്ദ്രികയുടെ ചരിത്രം എന്നുള്ളത് കേരളത്തിൻ്റെ തന്നെ ചരിത്രമാണ് എന്നിവിടെ സംസാരിച്ച പലരും അഭിപ്രായപ്പെടുകയുണ്ടായി. കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിൽ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം വിഷലിപ്തമാകാതെ കാത്തു സൂക്ഷിച്ചതിന് ചന്ദ്രിക വഹിച്ച പങ്ക് അത് ഈ പുസ്തകത്തിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ പറഞ്ഞതുപോലെ അക്ഷരജ്ഞാനം തന്നെ അകലം പാലിച്ചു നിന്നിരുന്ന ഒരു കാലത്താണ് ചന്ദ്രിക ഉദയം കൊള്ളുന്നത്. പക്ഷേ ചന്ദ്രികയുടെ ആ ഉദയം അത് കേരളത്തിൻ്റെ സാക്ഷരതയ്ക്ക് തന്നെ വെളിച്ചമായി എന്നുള്ളതും എടുത്തു പറയാവുന്നതാണ്. എറണാടിൻ്റെയും കൊല്ലൂർനാടിൻ്റെയും പിടിയേക്കോലായും അവിടെ അത് വായിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ആ വായനയിലൂടെ കേരളീയ സമൂഹത്തിന്, പ്രത്യേകിച്ച് മലബാറിലെ സമൂഹത്തിന് ലോകവീക്ഷണം നേടുവാൻ കഴിഞ്ഞു എന്നുള്ളതും, എന്നതുപോലെ തന്നെ ചന്ദ്രിക മുന്നോട്ട് വെച്ച ധാർമ്മികതയുടെയും സദാചാരത്തിൻ്റെയും പാഠങ്ങൾ
അവർക്ക് ആ പത്ര താളുകളിലൂടെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ ഒരു കാര്യമല്ല. അതിലെല്ലാം ഉപരിയായി രാജ്യസ്നേഹപരമായിട്ടുള്ള നിലപാടുകളോട് ചന്ദ്രിക പുലർത്തിയ പ്രതിബദ്ധത, അത് തന്നെയാണ് ചന്ദ്രികയാക്കുന്നത്. ഇവിടെ ഇന്ന് പലരും പ്രചരിപ്പിക്കുന്ന രീതി അകൽച്ചയുടെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം, അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണോ ഇന്നുള്ളത്? സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലും അത്തരം ചില നീക്കങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളൊരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ചന്ദ്രിക പിറവി എടുക്കുന്നത്. എന്നാൽ ചന്ദ്രിക ഏറ്റെടുത്ത ദൗത്യം എന്നുള്ളത് അകൽച്ചയുടെയോ വിദ്വേഷത്തിൻ്റെയോ വാർത്തകളെ അതിനെ പ്രസിദ്ധീകരിക്കുക അല്ല ചന്ദ്രിക ചെയ്തത്. മറിച്ച് എവിടെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ചേർന്നിരിപ്പിൻ്റെയും വാർത്തകളുണ്ടോ അതിന് പ്രാധാന്യം കൊടുക്കുവാനാണ് ചന്ദ്രിക മുന്നോട്ട് പോകുന്നത്. മഹാനായ കായിക മുസ്ഫായി സാഹിബിൻ്റെയും ബാഫയ്ക്ക് തങ്ങളുടെയും എല്ലാം കാഴ്ചപ്പാടുകൾ അതായിരുന്നു. ചന്ദ്രികയുടെ ജിഹ്വ എന്ന് സ്വയം അല്ലെങ്കിൽ സമൂഹം തന്നെ വിശേഷിപ്പിച്ച മഹാനായ സി കൊണ്ടുപോയ സാഹിബ്, അദ്ദേഹം ചന്ദ്രികയ്ക്ക് ഊർജം പകർന്ന വ്യക്തിത്വമായിരുന്നു. ചന്ദ്രികയ്ക്ക് ദിശ പകർന്നു കൊടുത്ത വ്യക്തിത്വമായിരുന്നു. ചന്ദ്രികയുടെ ആശയങ്ങളും ആദർശങ്ങളും നമുക്ക് പറഞ്ഞു തന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാർഗം തന്നെയാണ് ഇന്നും ചന്ദ്രിക പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. CH ശേഷം ചന്ദ്രികയിൽ ജോലി ചെയ്ത സേവനമനുഷ്ഠിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ, അവർക്കെല്ലാം CH എന്ന മഹാപ്രതിഭയുടെ തണലും CH ഒരുക്കി തന്ന വഴികളും അവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നു. ആ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് തന്നെയാണ് ചന്ദ്രികയുടെ സേവകന്മാർ ചെയ്തിട്ടുള്ളത്. നമുക്ക് എടുത്തു പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള ചരിത്രം നേരത്തെ മുന്നിൽ സാഹിബ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സാഹിത്യ നവോ മണ്ഡലങ്ങളിൽ ചന്ദ്രിക നിറഞ്ഞു. എഴുത്തുകാർ എഴുതാനുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവും ചന്ദ്രിക കൊടുത്തു എന്നുള്ളത് തന്നെയാണ്. മഹാന്മാരായ എഴുത്തുകാരുടെ ഇവിടെ നേരത്തെ അവരുടെ പേരുകളൊക്കെ ഇവിടെ പറയപ്പെടുകയുണ്ടായി. ആ വലിയ വ്യക്തിത്വങ്ങൾ അവർ പേന എടുത്ത കാലം ആ പേനയോടൊപ്പം സഞ്ചരിക്കുവാൻ ചന്ദ്രികയുടെ താളുകളും തയ്യാറായി. മഹാനായ CH സാഹിബിനെ പോലെയുള്ള ചന്ദ്രികയുടെ അധിപന്മാർ അതിനുവേണ്ടി അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളത് നമുക്ക് ഏറെ ആഹ്ലാദത്തോടെ ഓർമ്മിക്കുവാൻ കഴിയും. ഈ സന്ദർഭത്തിൽ ചന്ദ്രികയുടെ ചരിത്രം അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുകയാണ്. നമ്മൾ ചരിത്രത്തിൽ നിന്നും പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. സോഷ്യൽ മീഡിയ ചരിത്രമാണ് എല്ലാവരും ചരിത്രമായി കാണുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയക്ക് പിറകെ കൊടുക്കുന്നതിൻ്റെ ദശകങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്രം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ സൃഷ്ടിക്കപ്പെട്ട ചരിത്രത്തിലൂടെ കണ്ണോടിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ചന്ദ്രികയുടെ അത്തരത്തിലൊരു ചരിത്രമാണ് നമുക്ക് പ്രിയപ്പെട്ട നവാസ് മുന്നൂർ ഇവിടെ നൽകുന്നത്. എഴുത്തിനോട് എന്നും ഒരു ഭ്രമം പുലർത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് നവാസ് മുന്നൂർ. എപ്പോഴും ഓരോരോ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചുകൊണ്ട് സാഹിത്യ കേരളത്തിന് ഒരു മുതൽക്കൂട്ടായി അദ്ദേഹം നൽകാറുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ ഏറെ കാലം സേവനമനുഷ്ഠിച്ച തൻ്റെ ചന്ദ്രികയെ കുറിച്ച് തന്നെ അദ്ദേഹം നമുക്ക് ഒരുപാട് വിവരങ്ങൾ നൽകിയിരിക്കുകയാണ്. അതെല്ലാവരും വായിക്കണം എന്നാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. ഇത് കുറച്ച് പൈസ കൊടുത്തിട്ടാണെങ്കിലും വാങ്ങണം. ഈ ഗൂഗിൾ പേ ഉണ്ടല്ലോ, അത് കൊടുത്തിട്ടാണെങ്കിലും ഇത് ഈ പുസ്തകം, ഈ ചരിത്ര ഗ്രന്ഥം എല്ലാവരും സ്വന്തമാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കാം. ഈ മഹാസംരംഭം ഉദ്ഘാടനം ചെയ്യുകയും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക നവമണ്ഡലത്തിൽ പ്രകാശം തെളിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. 92 വർഷമായാലും ഇപ്പോഴും യുവത്വത്തോടെ ജനമനസ്സുകളിലേക്ക് എത്തുന്ന ഒരു ദിനപത്രമായിട്ടാണ്
ചന്ദ്രികയെ ഞങ്ങൾ വിലയിരുത്തുന്നത്. കേരളത്തിൽ വർത്തമാന പത്രങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല. ധാരാളം ഭാഷാപത്രങ്ങളും പ്രാദേശിക പത്രങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ 92 വർഷക്കാലത്തെ മഹനീയമായ പാരമ്പര്യത്തോടെ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു ദിനപത്രമായി ചന്ദ്രികയ്ക്ക് മാറാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ചന്ദ്രിക ജനങ്ങളെ വായിക്കാൻ പഠിപ്പിച്ച ഒരു പത്രമാണ്. ഒരു കാലത്ത് വായനയും അക്ഷരവും ഒക്കെ വരേണ്യവർഗത്തിന് വേണ്ടി മാത്രമായിരുന്ന ഒരു കാലഘട്ടത്തിൽ മഹാനായ CD സാഹിബിന്റെ നേതൃത്വത്തിൽ ആണ് ഈ പത്രം ആരംഭിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഒരു ജനതയെ വായിക്കാൻ പഠിപ്പിച്ച, സംസ്കാര സമ്പന്നതയിലേക്ക് നയിക്കാൻ പഠിപ്പിച്ച ഒരു ദിനപത്രം എന്നുള്ള നിലയിലാണ് ചന്ദ്രിക പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രികയ്ക്ക് കേരളീയ സമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും ചന്ദ്രിക മറിച്ചു നോക്കുന്ന, വായിക്കുന്ന ഒരാളാണ്. അതിലേറ്റവും കൂടുതൽ ഞാൻ വായിക്കുന്നത് എഡിറ്റോറിയൽ വരുന്ന ലേഖനങ്ങളുമാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തകർക്ക് വായിക്കേണ്ടതും അത് തന്നെയാണ്. വർത്തമാനകാല രാഷ്ട്രീയ മേഖല രംഗത്ത് സ്വീകരിക്കുന്ന നയങ്ങളും പരിപാടികളും വളരെ വ്യക്തമായി സൂചിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ ലേഖനങ്ങൾ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. മറ്റ് ദിനപത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളൊക്കെ സ്വീകരിക്കുന്ന രാഷ്ട്രീയ സമീപനങ്ങളെ ശരിയായ അർത്ഥത്തിൽ വിശകലനം ചെയ്തുകൊണ്ടുള്ള ലേഖനങ്ങളാണ് ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കാറുള്ളത്. രാഷ്ട്രീയ പ്രവർത്തകർക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും അത് വായിച്ച് മറ്റു ജനങ്ങളോട് പ്രസംഗിക്കാനും കാര്യങ്ങൾ വിലയിരുത്താനും കഴിയുന്നു എന്നുള്ളതാണ് ആ ലേഖനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കേരള സമൂഹത്തിൽ നേടിയിട്ടുള്ള സ്വീകാര്യതയുടെ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രസ്ഥാനം മതേതരത്വത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾക്കും മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുന്നതോടൊപ്പം ഇതര സമൂഹങ്ങളുടെ താല്പര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ ഒരിക്കലും മുന്നോട്ട് വന്നിട്ടില്ല. പാണക്കാട് തങ്ങന്മാരുടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും മഹത്തായ പാരമ്പര്യം അതാണ്. കേരളത്തിന്റെ മതേതരത്വ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുരോഗതി പ്രാപിക്കുന്ന കേരളീയ സമൂഹത്തിന് മാർഗദർശികളായി മാറാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും പാണക്കാട് തങ്ങന്മാർക്കും ചന്ദ്രികയ്ക്കും കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതാണെന്ന് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ മതത്തിന്റെ പേരിലുള്ള ഭിന്നതകൾ വർദ്ധിപ്പിക്കാൻ, ജാതീയമായ വേർതിരിവുണ്ടാക്കാൻ, ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുമ്പോൾ അവയെ പരാജയപ്പെടുത്തി മതേതര മനസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. മതങ്ങളും ജാതികളും തമ്മിലുള്ള പോരാട്ടമല്ല ഇവിടെ ആവശ്യം. മനുഷ്യർ തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വമാണ് ആവശ്യം. അതുകൊണ്ടാണ് ഞാനത് ഒരു പ്രസംഗമധ്യ പറയുന്ന കാര്യമല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പാണക്കാട് തങ്ങന്മാരും സ്വീകരിക്കുന്ന സമീപനങ്ങൾ കേരളീയ സമൂഹത്തിൽ ഈ പാർട്ടിക്കും പാർട്ടി നേതൃത്വത്തിനും മൊത്തത്തിൽ കേരളീയ സമൂഹത്തിനും സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം അതാണ്. സ്വന്തം സമൂഹത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം ഇതര സമൂഹങ്ങളുടെയും താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനുള്ള മനസ്സ്, അതാണ് ഇന്ന് ഇന്ത്യക്ക് തന്നെ മാതൃകയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയതയ്ക്കെതിരായി,
ജാതീയതയ്ക്കെതിരായി, മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ദിനപത്രമാണ് ചന്ദ്രിക എന്നത് അഭിമാനപൂർവ്വം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വർത്തമാന പത്രങ്ങൾ ധാരാളമുണ്ട്, പാർട്ടി പത്രങ്ങളും ധാരാളമുണ്ട്. എല്ലാ പാർട്ടികൾക്കും ഇവിടെ പത്രമുണ്ട്. ദേശാഭിമാനിയുണ്ട്, വീക്ഷണമുണ്ട്, ജനയുഗമുണ്ട്, ജന്മഭൂമിയുണ്ട്. പാർട്ടി പത്രങ്ങൾ നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം വീക്ഷണം രണ്ടാമത് പുനഃപ്രസിദ്ധീകരിച്ച ഒരാളാണ് ഞാൻ. പത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നമ്മുടെ പാർട്ടി പ്രവർത്തകരുടെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. പഴയതുപോലെ അല്ല. ഇന്ന് പത്രങ്ങൾ നടത്താൻ വളരെയേറെ പ്രയാസമാണ്. ന്യൂസ് പ്രിന്റിന്റെ വിലയുടെ വർധനവ്, PF പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ പത്രമാധ്യമങ്ങൾ നടത്താൻ വളരെ പ്രയാസമുള്ളൊരു കാലത്ത് മുടങ്ങാതെ 92 വർഷക്കാലം ചന്ദ്രിക മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ചന്ദ്രിക ആഴ്ചപ്പതിപ്പ്, പണ്ട് നമ്മളൊക്കെ വായിച്ചിരുന്ന ആഴ്ചപ്പതിപ്പായിരുന്നു. വളരെ മനോഹരമായ നിലയിലുള്ള കഥകൾ, അതോടൊപ്പം തന്നെ ലേഖനങ്ങൾ, പുതിയ പൊതുവിവരങ്ങൾ ഒക്കെ ചന്ദ്രികയിലൂടെ ലഭിച്ചുകൊണ്ടിരുന്നു. അന്ന് ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് വളരെയേറെ സഹായകരമായിരുന്നു നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾക്കും വായനയ്ക്കുമൊക്കെ. വീണ്ടും അത് ആരംഭിക്കുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ നവാസ് പൂനൂർ കഴിഞ്ഞ നിയമസഭയുടെ പുസ്തകോത്സവത്തിലും അദ്ദേഹത്തിൻ്റെ 2 പുസ്തകം മുനീറുണ്ടായിരുന്നു. ഞങ്ങൾ 2 പുസ്തകം അദ്ദേഹത്തിൻ്റെത് അന്ന് അവിടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 92 വർഷക്കാലത്തെ ചന്ദ്രികയുടെ ചരിത്രം എഴുതുക എന്നുള്ളത് ശ്രമകരമായ ഒരു ജോലിയാണ്. ഞാൻ നവാസ് പൂനൂറിനെ അഭിനന്ദിക്കുന്നു. വളരെ മനോഹരമായ നിലയിൽ അദ്ദേഹം ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പുസ്തകം തീർച്ചയായും നമുക്ക് ഒരു റെഫറൻസ് ഗ്രന്ഥമായി തന്നെ സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നാണ്. അദ്ദേഹത്തിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ആദരണീയനും ബഹുമാന്യനുമായ ശ്രീ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പുസ്തകം ആദരപൂർവ്വം ഏറ്റുവാങ്ങിയതായി ഞാൻ അറിയിക്കുന്നു. നമസ്കാരം. ജയ്. ഈ പുസ്തകം പ്രകാശനം ചെയ്ത ആദരണീയനായ നേതാവ് നൊസ്റ്റാൾജിയ എന്നാണ് ഗൃഹാതുരത്വത്തിന് നമ്മൾ പരക്കെ പറയുന്ന പേര്. നൊസ്റ്റാൾജിയ നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു ബോധം മാത്രമല്ല, നഷ്ടപ്പെടാത്തതിനെ കുറിച്ചുള്ള അഭിനിവേശവും കൂടി അടങ്ങുന്നതാണ്. ചന്ദ്രിക നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ ആ പോയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന ഒരു അനുഭൂതിയുണ്ട്, ഒരു അഭിനിവേശമുണ്ട്. അതാണ് ചന്ദ്രിക നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ചന്ദ്രികയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം ഒരുപോലെ അനുഭവിക്കാനാണ് നമുക്ക് സാധ്യമാകുന്നത്. പ്രിയപ്പെട്ട നവാസ് പൂനൂർ സ്വതവേ തന്നെ അദ്ദേഹം ഗ്രന്ഥകാരനാണ്, എഴുതാനുള്ള പ്രേരണ ഉള്ളിൽ സൂക്ഷിക്കുന്ന എഴുത്തുകാരനാണ്. 30-ലേറെ പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. വൈവിധ്യ സമ്പൂർണമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം മഹാനായ CHന്റെ ജീവചരിത്രമാണെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. CHനെ കുറിച്ച് MC-യുടെ ഒക്കെ വളരെ സമഗ്രമായ പുസ്തകം വരുന്നതിന് മുമ്പ് നവാസ് പൂനൂർ അന്ന് വളരെ ആർത്തിയോടുകൂടി ആളുകൾ വായിച്ച CHന്റെ ജീവചരിത്രം എഴുതുകയുണ്ടായി. അദ്ദേഹം പ്രേം നസീറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിൽക്കാലത്ത് പല സിനിമാ താരങ്ങളെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട്. തൻ്റെ എഴുത്തിൻ്റെ ജീവിതത്തിൽ പല മേഖലകളെയും സന്ധിപ്പിക്കുന്ന എഴുത്തുകാരനാണ് നവാസ് പൂനൂർ എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഈ വേദിയിൽ പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നവാസ് പൂനൂർ ചന്ദ്രികയുടെ ഒരു സന്തതി കൂടിയാണ്. ചന്ദ്രികയിലൂടെ വന്നിട്ടുള്ളവരുടെ പ്രിയപ്പെട്ട മുനീർ സാഹിബ് സ്വാഗത പ്രസംഗത്തിൽ രോമാഞ്ചമുളവാക്കുന്ന രീതിയിലാണ് ചന്ദ്രികയുടെ ആ ചന്ദ്രിക ചർച്ചിതമായ രാവുകളുടെ കഥ പറഞ്ഞത്. അതിമനോഹരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം ഇപ്പോഴും തുടരുന്നു. ആ പേര് പോലും മനോഹരമാണ്. ചന്ദ്രിക നിലാവാണ്. നിലാവ് എപ്പോഴും തൂമഞ്ഞ് തൂകുന്നതാണ്. അതിന് കാഠിന്യം ഉണ്ടാകാൻ സാധിക്കില്ല. വെയിലിലെ ഉള്ളൂ കാഠിന്യം. നിലാവിനെപ്പോഴും കുളിർമയാണ്. ഒരു മലയാള കവി തൂമഞ്ഞ് തൂകുന്ന ചന്ദ്രോദയം പോലെ എന്ന് എഴുതിയിട്ടുണ്ട്. ചന്ദ്രൻ ഉദിച്ചാൽ തന്നെ മഞ്ഞ് പെയ്യുമെന്നാണ് പറയുന്നത്.
അത്രമാത്രം മൃദുല സ്പർശമുള്ള വളരെ ഭാവാത്മകമായിട്ടുള്ള കാൽപ്പനികമായിട്ടുള്ള ഒരു നാമധേയമാണ് ചന്ദ്രിക. അത് ഉദിച്ചതും മഹാനായ ധിഷണാധനനായ മഹാമനീഷിയായ സീതി സാഹിബിന്റെ മനസ്സിലാണ്. അപ്പൊ സീതി സാഹിബ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നേരമാണ്. സ്വാഭാവികമായും ചന്ദ്രികയ്ക്ക് ഒരു പര്യായമുണ്ടെങ്കിൽ, ഒരു പര്യായ ശബ്ദമുണ്ടെങ്കിൽ അതാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ്. സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് ചന്ദ്രിക, ചന്ദ്രിക സി എച്ച് രണ്ടും പരസ്പരം പൂരകമാണ്. വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്ന സി എച്ച്, കേരളത്തിന്റെ ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി പദത്തിൽ വരെ ഇരുന്ന സി എച്ച് അതിനേക്കാളൊക്കെ പലപ്പോഴും അഭിമാനമായി കണ്ടത് ചന്ദ്രികയുടെ ചീഫ് എഡിറ്റർ കസേരയിൽ ഇരിക്കുന്ന തൻ്റെ ഇരിപ്പായിരുന്നുവെന്നുള്ളത് ഓർക്കുമ്പോൾ ഏത് കാലത്തും ചന്ദ്രികയോട് ബന്ധപ്പെട്ടവർക്കും ചന്ദ്രികയ്ക്ക് പ്രവർത്തിക്കുന്നവർക്കും അഭിമാനകരമാണ്. മഹാനായ സി എച്ചിന്റെ കീഴിൽ ചന്ദ്രികയിൽ പ്രവർത്തിച്ചവരിൽപ്പെട്ട ഒരു എളിയവനാണ് ഞാനും. ആ കാലഘട്ടം മറക്കാൻ സാധിക്കില്ല. സി എച്ച് ചന്ദ്രികയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മുഗള ചക്രവർത്തി കടന്നു വരുന്ന പോലെ എന്നാണ് തോന്നുന്നത്. നിലാവ് പെയ്യുന്ന പോലെ. ഏത് തിരക്കിനിടയിലും ഉപമുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ചന്ദ്രികയിൽ വന്ന് പത്രമെടുത്ത് നോക്കി അന്നത്തെ ലേഖനം വായിച്ച് എന്നെ പോലെ ഒരു ചെറിയ ആള് ചന്ദ്രികയിൽ കയറി വന്ന ആദ്യത്തെ ദിവസം എന്നെ കൊണ്ട് DC മുഹമ്മദ് എഴുതിപ്പിച്ച ലേഖനം, അന്ന് സി എച്ച് കയറി വന്ന് ആ ലേഖനം വായിച്ച് അതിനെക്കുറിച്ച് താഴേക്ക് സി എച്ചിന്റെ ഓഫീസിൽ നിന്ന് വരുത്തിച്ച് പറഞ്ഞ അനുമോദന വാക്കുകൾ, അതുപോലെ എത്രയോ പേര്. ഇങ്ങനെയാണ് ചന്ദ്രിക വളരുകയുണ്ടായത്. ചന്ദ്രിക വളർന്ന പത്രം മാത്രമല്ല, വളർത്തിയ പത്രവും കൂടിയാണ് എന്ന് ഓർക്കേണ്ടത്. ഒരു സമൂഹത്തെ വളർത്തി, ആ സമൂഹത്തിന് അഭിമതനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ ഉദ്ഘാടന പുസ്തക പ്രകാശന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ സമാധാനം പഠിപ്പിച്ചു, സഹവർത്തിത്വമാണ് പഠിപ്പിച്ചത്. അകൽച്ചയുണ്ടാക്കാൻ വേണ്ടി വാക്കുപയോഗിക്കുന്ന ഒരു കാലത്ത്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ, അകൽച്ചയുണ്ടാക്കാൻ വേണ്ടി മാത്രം വാക്ക് ബോംബിനേക്കാൾ മാരകമായി തീരുന്ന ഒരു കാലത്ത്, രാവിലെ ഏതെങ്കിലും ഒരു നേതാവ് വാക്കുകൊണ്ടൊരു ബോംബിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് സോഷ്യൽ മീഡിയയിലൂടെ പരന്ന്, മാധ്യമങ്ങളിലൂടെ പരന്ന്, ചാനലുകളിലൂടെ പരന്ന് ആ ബോംബ് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന മാരക ശക്തി ആർജിക്കുന്ന ഒരു കാലത്ത്, സാധാരണ ഒരു ബോംബിട്ടാൽ അതിന് ആ ബോംബിന്റെ ഒരു പ്രത്യാഘാതത്തിന് ഒരു പരിധിയുണ്ട്. ഇത്ര കിലോമീറ്ററിലേക്ക്, ഇത്ര മൈലുകളിലേക്ക് അത് നാശം വിതക്കും. പക്ഷെ വാക്കിന്റെ ബോംബ് അതല്ല. വാക്കിന്റെ ബോംബിന് പരിധിയില്ല, അതവിടെ കിടക്കും, പിന്നെയും എത്തുന്നു. പ്രത്യേകിച്ച് ലോകം ഒരു ആഗോള ഗ്രാമമായ കാലത്ത് ഒരാൾ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അമേരിക്കയിലും അത് ആ സമയത്തെത്തും, ജപ്പാനിലും എത്തും. അതാണ് വാക്ക്. അങ്ങനെ വാക്കിന്റെ നന്മ, വാക്കിന്റെ തിന്മയായി, വാക്കിന്റെ മാരക ശക്തി ലോകം അനുഭവിക്കുന്ന ഒരു കാലത്ത് ചന്ദ്രിക നിർവഹിച്ച ക്രിയാത്മക ദൗത്യം, ചന്ദ്രിക നിർവഹിച്ച സൃഷ്ടിന്മുഖമായ ദൗത്യം, ചന്ദ്രിക നിർവഹിച്ച സർഗക്രിയ, രാഷ്ട്രീയത്തിന് പോലും സർഗാത്മകമായ ഉള്ളടക്കം കൊടുത്ത പത്രത്തിന്റെ പേരാണ് ചന്ദ്രിക. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോലും സർഗാത്മകമായ ഒരു ഉള്ളടക്കം ഉണ്ടാകണം എന്ന് ചന്ദ്രിക അതിന്റെ പാർട്ടിക്കും പൊതുസമൂഹത്തിനും പ്രദാനം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചന്ദ്രികയിലൂടെ എഴുതിയവർ മാത്രമല്ല, ചന്ദ്രിക നൽകിയ സന്ദേശം അതാണ്. എപ്പോഴും നല്ലത് പറഞ്ഞു, ഒന്നിച്ച് മൈത്രി എന്ന് പറയുന്ന വാക്ക് ഒരു കാലത്ത് 1930കളിലാണ് ചന്ദ്രിക പറക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിയോട് പറഞ്ഞു, ഏതാനും വർഷം കഴിഞ്ഞാൽ ഒരു ശതാബ്ദിയാണ് ചന്ദ്രികക്ക് ആഘോഷിക്കാൻ അവസരമുണ്ടായിത്തീരുക. ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ നമുക്കൊക്കെ ദീർഘായുസ്സുണ്ടാവട്ടെ എന്നുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കാരണം അതൊരു ചരിത്രസന്ധിയായിരിക്കും. ഈ 100 കൊല്ലം രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ചന്ദ്രിക അതെല്ലാം കണ്ട് അതിലൂടെ പോന്നിട്ടുള്ള പത്രമാണ്. തീച്ചൂളയിലൂടെ, പൂനിലാവിലൂടെ, പൂമരങ്ങൾക്കിടയിലൂടെ ഒക്കെ ചന്ദ്രിക യാത്ര ചെയ്തിട്ടുണ്ട്. മഹാരഥന്മാരാണ് അതിന് തണൽ വീശി കൊടുത്തത്. ചന്ദ്രികയ്ക്ക് ഒരു റോട്ടറി പ്രസ് വന്നപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബാഫക്കി തങ്ങളാണ്. ഗവർണർമാരാണെന്ന സന്ദർഭത്തിൽ കേരള ഗവർണർ വിശ്വനാഥനാണ് ചന്ദ്രികയുടെ ചടങ്ങിൽ വന്നിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ബാഫക്കി തങ്ങൾ ആ തന്റെ സ്വതസിദ്ധമായിട്ടുള്ള തന്റെ ആ തേജോരൂപം, ആ വേഷം ധരിച്ച് ചന്ദ്രികയ്ക്ക് നേതൃത്വം കൊടുത്ത, ഇവിടെ മുനീർ സാഹിബ് ചന്ദ്രികയിൽ എഴുതിയവരുടെ പേര് പറഞ്ഞ കൂട്ടത്തിൽ ഒരു പേര് കൂടി കൂട്ടിച്ചേർക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നി. SK പൊറ്റക്കാട്. മലയാളക്കരയ്ക്ക് ആദ്യമായിട്ട് ജ്ഞാനപീഠം കൊണ്ടുവന്ന SK പൊറ്റക്കാട്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള നോർത്ത് അവന്യൂ എന്ന നോവൽ, അത് ഡൽഹിയിലെ MP-മാർ താമസിക്കുന്ന ഒരു മന്ദിരത്തിന്റെ MP-മാരുടെ താമസ സ്ഥലത്തിന്റെ പേരാണ് അന്നും ഇന്നും നോർത്ത് അവന്യൂയും സൗത്ത് അവന്യൂയും.
ഈ നോർത്ത് അവന്യൂവിലാണ് എസ് കെ പൊറ്റക്കാട് പാർത്തത്. അതിന്റെ പേരിൽ അദ്ദേഹം ഒരു നോവൽ എഴുതി. ആ നോവൽ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ച് വന്നത് ഇന്നലെ കണ്ട പോലെ എനിക്ക് ഓർമ്മയുണ്ട്. മുറുക്കാൻ കടകളിൽ മുഴുവൻ ആ ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് തൂങ്ങിക്കിടക്കുകയാണ്. എസ് കെയുടെ സുന്ദരമായ ഫോട്ടോ, മുടി സുന്ദരമായി പിറകോട്ട് ചീകി വെച്ച പൊറ്റക്കാടിന്റെ ചിത്രം. പൊറ്റക്കാടിന്റെ നോവൽ ആദ്യമായിട്ട് ചന്ദ്രികയിൽ വരെയാണ് നോർത്ത് അവന്യൂ. ഈ എസ് കെ പൊറ്റക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ, മലയാളത്തിന് ആദ്യമായിട്ട് ജ്ഞാനപീഠം കൊണ്ടുവന്ന എസ് കെ പൊറ്റക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായി ആദ്യം വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരുന്നു. അതിന് നന്ദി പറയാൻ എസ് കെ പൊറ്റക്കാട് പിന്നീട് ബാഫിക്കത്തങ്ങളെ കാണാൻ പോയി. ഇന്നത്തെ കാലത്തും വളരെ പ്രസക്തമായിട്ടുള്ള സംഭവമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എസ് കെ ചോദിച്ചു. വോട്ട് തന്നതിനെ, വിജയിപ്പിച്ചതിനെ, എന്നെ പിന്തുണച്ചതിന് മഹാനായ ബാഫിക്കത്തങ്ങൾ അതിന് കൊടുത്ത മറുപടി ചന്ദ്രികക്ക് വല്ലതും എഴുതി തന്നാൽ മതി എന്നായിരുന്നു. നന്ദിയായിട്ട് ചന്ദ്രികക്ക് വല്ലതും എഴുതി തന്നാൽ മതി എന്നായിരുന്നു. ആ മഹത്തായ പത്രത്തിന്റെ ചരിത്രം വരച്ചു വെക്കുന്നതിലൂടെ നവാസ് പോലൂറും ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ഒരു മഹത്തായ ചരിത്രം എഴുതുമ്പോൾ ചരിത്രം സൃഷ്ടിച്ച പത്രത്തിന്റെ ചരിത്രമാണ് നവാസ് എഴുതിയിട്ടുള്ളത്. നവാസ് CHന്റെ കാലം മുതൽ ചന്ദ്രികയിൽ പ്രവർത്തിച്ചു കൊണ്ടിട്ടുണ്ട്. എന്റെ അറിവിൽ അദ്ദേഹം 37 വർഷമാണ് ചന്ദ്രികയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ചന്ദ്രികയിൽ പ്രവർത്തിച്ച പലരും വേദിയിലുണ്ട്, സദസ്സിലുമുണ്ട്. അബുസാഹിബ് അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. മലയാള മനോരമയുടെ പേരുമായിട്ടാണ് അബുസാഹിബിനെ ചേർത്തി പറയാനെങ്കിലും അദ്ദേഹം തന്റെ പത്രപ്രവർത്തനം കളരി തുടങ്ങുന്നത് ചന്ദ്രികയിൽ നിന്നാണ്. അപ്പോൾ അവിടെ 10-30 കൊല്ലത്തിലേറെ കാലം പ്രവർത്തിച്ച നവാസ് പുലൂർ ഭാവിയിലേക്ക് ഒരു ചരിത്രരേഖ സമ്മാനിക്കുകയാണ്. പുസ്തകങ്ങൾ പറവി കൊണ്ടുകൊണ്ടേയിരിക്കട്ടെ. മനുഷ്യരും മടുക്കുന്നതെന്നും മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ പോലുള്ള സംഗതികളുമാണ്. മടുക്കാത്ത എന്തെങ്കിലും ഒന്ന് കാലാകാലം മനുഷ്യരോടൊപ്പം ഉണ്ടെങ്കിൽ അത് തൂലികയും പുസ്തകവും മാത്രമാണ്. അതിലൂടെ പഴയ ചരിത്രം ഓർക്കാൻ വേണ്ടി മാത്രമല്ല, പുതിയ ഭാവിയിലേക്കുള്ള കുതിക്കാൻ വേണ്ടി കൂടിയാണ് ചന്ദ്രിക നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ മൈത്രിയുടെ, സഹവർത്തിത്വത്തിന്റെ, ദേശീയോത്ഗ്രഥനത്തിന്റെ, മതേതരത്വത്തിന്റെ, മാനവികതയുടെ സന്ദേശം ഉയരത്തിൽ ചന്ദ്രികയുടെ ഗാഥകളായി ഇനിയും പ്രവാഹം കൊള്ളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതോടൊപ്പം ഗ്രന്ഥകാരൻ മലയാള ഭാഷക്കും സംസ്കാരത്തിനും സാഹിത്യത്തിനും നല്ല നല്ല പുസ്തകങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ജീവചരിത്രം എഴുതാന്ന് പറഞ്ഞാൽ തന്നെ സാഹസമാണ്. കാരണം പലതും വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. 100 കൊല്ലത്തെ ചരിത്രമുള്ള ഒരു പത്രസ്ഥാപനത്തിന്റെ ചരിത്രം എഴുതി വെക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, സൂക്ഷ്മതയുണ്ട്, അവധാനതയുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് ഇത്രയും ക്ലിഷ്ടമായ ദൗത്യം ഏറ്റെടുത്ത നവാസ് പോലൂരിനെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ മഹത്തായ സഭല്യ, സാമൂഹിക സഭല്യ, സാഹിത്യ സഭല്യ, അതിന് അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട്